നമ്മൾ പല സെലിബ്രിറ്റീസിന്റെ എസ്പെഷ്യലി ഫിലിം ആക്ടേഴ്സിന്റെ പലതരത്തിലുള്ള കരിയർ ജേർണി കണ്ടിട്ടുണ്ട്. പലരുടെയും ഗ്രാജുവൽ ആയിട്ടുള്ള കരിയർ ഗ്രോത്തും ചിലരുടെ സഡൻ ആയിട്ടുള്ള ഡൗൺഫാളും ഒക്കെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു കഥയായിരുന്നു അസിൻ എന്ന ആക്ട്രസിന്റേത്. മലയാളത്തിൽ തുടങ്ങി തമിഴ്, തെലുഗു വഴി ബോളിവുഡിലെത്തി അവിടെയും ബാക്ക് ടു ബാക്ക് ബ്ലോക്ക് ബസ്റ്റർ സിനിമകളിൽ അഭിനയിച്ച് പെട്ടെന്നൊരു ദിവസം അപ്രത്യക്ഷയായ ഒരു നടി. ഇവിടെ ഇവരുടെ കേസിൽ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പൊതുവെ അവസരങ്ങൾ കുറഞ്ഞ് ഫീൽഡിന് പുറത്തേക്ക് പോയവരാണെങ്കിലും പ്രായം കൂടിയ ശേഷം ഫീൽഡിന് പുറത്തേക്ക് പോയവരാണെങ്കിലും ഇനി അതല്ല ഇപ്പോഴും ഫീൽഡിനകത്തുണ്ട്, പക്ഷേ സ്ക്രീനിലേക്ക് എത്തുന്നത് അത്ര ഫ്രീക്വന്റ് അല്ല എന്ന നിലക്കുള്ള അഭിനേതാവാണെങ്കിലും ഇവരൊക്കെയും ഈ PR ഏജൻസി വഴി, അതായത് ഈ പാപ്പരാസി പരിപാടി വഴി ജനങ്ങൾക്ക് മുൻപിൽ ആക്റ്റീവായി നിൽക്കാൻ ശ്രമിക്കാറുണ്ട്, ഈ ആക്ട്രസ് ഒഴിച്ച്. എന്ന് വെച്ചാൽ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ഈ ബോളിവുഡ് ആക്ടേഴ്സ് എയർപോർട്ട് പോകുമ്പോൾ, വല്ല റെസ്റ്റോറന്റിലും കഫേയിലും പോകുമ്പോൾ, അല്ലെങ്കിൽ ജിമ്മിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കുറെ പേര് അവരുടെ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നില്ലേ? അതൊന്നും യാദൃശ്ചികമായി അവരുടെ ക്യാമറ കണ്ണിൽ ഇവർ പോയി പെടുന്നതൊന്നുമല്ല, മറിച്ച് കൃത്യമായി പേയ്മെന്റ് നടത്തി ഇക്കൂട്ടത്തെ വിളിച്ചു കൊണ്ടുവരുന്നതാണ്. എന്നാൽ സിനിമയിൽ നിന്ന് വിട്ടുനിന്നതിനു ശേഷം അങ്ങനെ ഒരു സ്റ്റണ്ടിന് ശ്രമിക്കാത്ത, ഒരു കാലത്ത് ലിസ്റ്റർ ആയിരുന്ന ഒരേ ഒരു ആക്ട്രസ് അത് ഇവരായിരിക്കും. നമ്മുടെ മലയാളത്തിൽ 2001 റിലീസായ നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക എന്ന സിനിമയിലൂടെയായിരുന്നു ഇവരുടെ അരങ്ങേറ്റം. എന്നാൽ അധികം വൈകാതെ തന്നെ തെലുഗിലേക്കും തമിഴിലേക്കും ചേക്കേറിയ ഇവർ തമിഴിൽ ഗജനി, പോക്കിരി, വാരലാരു, ദശാവതാരം തുടങ്ങിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രങ്ങളുടെ ഭാഗമാവുകയും തെലുഗിൽ ബാലകൃഷ്ണ, നാഗാർജുന, പവൻ കല്യാൺ, പ്രഭാസ്, രവിതേജ എന്നിവരുടെ നായികയാവുകയും ചെയ്തു. എന്നാൽ 2008 തമിഴിലെ ഗജനി എന്ന ചിത്രത്തിലെ കൽപ്പന എന്ന അതേ കഥാപാത്രം ഗജനിയുടെ ഹിന്ദി പതിപ്പിൽ ആമിർ ഖാനോടൊത്ത് ചെയ്തു ഫലിപ്പിച്ചതിനു ശേഷമാണ് ഇവരൊരു നാഷൻ വൈഡ് സെൻസേഷനായി മാറുന്നത്. ഇതിനുശേഷം സൽമാൻ ഖാനൊത്ത് റെഡ്ഡി, അക്ഷയ് കുമാർ മൊത്ത് ഹൗസ്ഫുൾ 2, അജയ് ദേവ്ഗൺ മൊത്ത് ബോൽ ബച്ചൻ തുടങ്ങിയ ഹിറ്റ് ബോളിവുഡ് സിനിമകളുടെ ഭാഗമാവാനും ഇവർക്ക് സാധിച്ചു. ഈ പറഞ്ഞത് അത്രയും 2012 വരെയുള്ള കഥയാണ്. ഇതിനുശേഷം 3 വർഷങ്ങൾക്കിപ്പുറം 2015 ഓൾ ഈസ് വെൽ എന്നൊരു ബോളിവുഡ് ചിത്രവും ഇവരുടേതായി പുറത്തിറങ്ങി. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇറ്റ്സ് ബീൻ 10 years. 10 വർഷത്തോളമായി ഇവരുടെ ഒരു പബ്ലിക് അപ്പിയറൻസ് നമ്മൾ കണ്ടിട്ട്. ബട്ട് എന്ത് തന്നെയായാലും വളരെ റെസ്പെക്റ്റോട് കൂടിയേ നമുക്ക് ഈ ആക്ട്രസിന്റെ കരിയറിനെ നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ.